നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന് ജാമ്യമില്ല. 2 ജാമ്യാപേക്ഷകളും നെടുമങ്ങാട് കോടതി കഴിഞ്ഞ ദിവസം തള്ളി. മാർച്ചിൽ വട്ടിയൂർക്കാവ് വെള്ളക്കടവ് ജംഗ്ഷനിൽ വെച്ച് അരുവിപ്പുറം കുളുമല സ്വദേശി പ്രശാന്തിനെ മർദ്ദിച്ചതാണ് ഒരു കേസ്. ഈ കേസിലെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. രണ്ടാമത്തെ കേസ് കഴിഞ്ഞ മാസം കാപ്പ കേസിൽ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസുകാരെ ആക്രമിച്ചതാണ്. ഈ കേസിലെ ജാമ്യാപേക്ഷയും സുഗതന്റെ ജാമ്യാപേക്ഷയും കോടതി തള്ളി. കാപ്പ ചുമത്തി വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലാണ് നിലവിൽ സുഗതൻ. കാപ്പ ചുമത്തി വിയൂർ ജയിലിലടച്ച സുഗതന് ജാമ്യം കിട്ടിയാലും പുറത്തിറങ്ങാനാകാത്ത സാഹചര്യമാണ്. നിലവിൽ സുഗതന്റെ രാഷ്ട്രീയ ഭാവി എന്താകും എന്നൊരു ചോദ്യവും ഒരു വശത്ത് ശക്തമായി ഉയരുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറാണ് സുഗതൻ. തുടർച്ചയായി 3 കൗൺസിലിൽ പങ്കെടുക്കാതിരുന്നാൽ സുഗതന് അയോഗ്യത നേരിടേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർമാരുടെ അംഗസംഖ്യയിൽ കുറവുണ്ടാകും. വി രാജേഷിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഭരിക്കുന്ന ബി.ജെ.പിയുടെ അംഗസംഖ്യ 51 അതിലൊന്ന് സ്വതന്ത്രനാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോർപ്പറേഷനിൽ അരങ്ങേറിയ തർക്കങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സുഗതന്റെ പേരിലുണ്ടായ വലിയ തർക്കം, അതിരൂക്ഷമായ സാഹചര്യം, കയ്യാങ്കളി, ഷർട്ട് വലിച്ചു കീറൽ, ബുക്ക് പിടിച്ചുവാങ്ങൽ, ഹാജർ ബുക്ക് പിടിച്ചുവാങ്ങൽ, തെറിവിളി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോർവിളികളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. കൗൺസിൽ യോഗത്തിനിടെ വലിയ സംഘർഷമാണ് ഉണ്ടായത്. സുഗതന്റെ പേരിലാണ് ഈ സംഘർഷം ഉണ്ടായത്. സുഗതനെ ഒപ്പിടാനായി അറ്റൻഡൻസ് രജിസ്റ്റർ മാറ്റിവെച്ചെന്നാരോപിച്ചായിരുന്നു കോൺഗ്രസ് ബി.ജെ.പി. അംഗങ്ങൾ തമ്മിൽ നേർക്കുനേർ സംഘർഷമുണ്ടായത്. ഇനി 2 കൗൺസിൽ യോഗം കൂടി നടക്കാനുണ്ട്. സുഗതന്റെ സത്യപ്രതിജ്ഞ അസാധുവാക്കി കോടതി ഉത്തരവും ഇതിനിടെ വന്നിരുന്നു. അതായത് 20ഓളം കൗൺസിലർമാർ ദൈവനാമത്തിലല്ലാതെയായിരുന്നു, ഈശ്വരനാമത്തിലല്ലാതെയായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ആ കൂട്ടത്തിൽ സുഗതനുമുണ്ട്. അപ്പോൾ ബാക്കി കൗൺസിലർമാരെല്ലാം ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ഇനി സുഗതന്റെ സത്യപ്രതിജ്ഞ കൂടിയുണ്ട്. ആ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതും അയോഗ്യനായി പോകും, അല്ലെങ്കിൽ അയോഗ്യമായി പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വേഗത്തിൽ തന്നെ, ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ മുന്നിലുള്ളൂ, അതിനുള്ളിൽ തന്നെ സുഗതന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. അടുത്ത കൗൺസിൽ യോഗത്തിന് മുമ്പ് ജാമ്യം നേടിയെടുക്കുക എന്ന ശ്രമത്തിലായിരുന്നു സുഗതൻ. പക്ഷേ കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ കോടതിയിൽ തള്ളുകയുണ്ടായി. അതേസമയം ക്ഷേത്രോത്സവത്തിനിടയിലെ കൊലപാതക ശ്രമവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവ് ശേഖരണത്തിനായി പോലീസ് സുഗതനെ തിരുവനന്തപുരത്ത് എത്തിച്ചിരുന്നു. തെളിവെടുപ്പ് പൂർത്തിയാക്കി വീണ്ടും വിയൂർ ജയിലിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. വെള്ളക്കടവിൽ ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ സുഗതൻ 2 പേരെ ആക്രമിച്ച കേസിൽ ആയുധങ്ങൾ കണ്ടെത്താനുണ്ടെന്നും 2 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നുമായിരുന്നു പോലീസ് കോടതിയിൽ പറഞ്ഞത്. തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോൾ വാഹനത്തിൽ വെച്ച് പോലീസ് മോശമായി പെരുമാറിയെന്ന് സുഗതനും കോടതിയിൽ ഈ ദിവസം, അതായത് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള ആ ഒരു കേസ് പരിഗണിക്കുന്ന ദിവസം സംഭവിച്ചത് സുഗതൻ കോടതിയിലും പറഞ്ഞിരുന്നു. ഈ വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞതാണ്. മാത്രമല്ല, സുഗതൻ്റെ അഡ്വക്കേറ്റ് രഞ്ജു ഭാസ്കർ ഈ ഒരു വാദത്തിന് ശേഷം, സുഗതനെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാനുള്ള വാദത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. വക്കീലിൻ്റെ പ്രതികരണത്തിലേക്ക്. ഒരു ദിവസമല്ല, 4 മണിക്കൂർ കസ്റ്റഡിയെ കൊടുത്തിട്ടുള്ളൂ. 1:30 മണി മുതൽ 5:30 മണി വരെ. ചിലപ്പോൾ അതിനു മുമ്പ് അവർ തിരിച്ച് പ്രൊഡ്യൂസ് ചെയ്യും. എസ്ഐക്കെതിരെ ആരോപണം, ഹരാസ്മെന്റ് ഉണ്ടായിരുന്നു. SI കസ്റ്റഡി വാങ്ങിക്കുന്നതിന്, കോടതി കസ്റ്റഡിയിൽ ആ SIക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ SI മെഡിക്കൽ പരിശോധനയ്ക്ക് പോയ വാഹനത്തിൽ SI ഇടിച്ചു കയറി. വിയൂരിൽ നിന്ന് വന്ന് SI ഇറക്കിയിട്ട് ഇദ്ദേഹം കയറിയിട്ട് ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്തു. ആ കംപ്ലൈൻറ്റ് സുഗതൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. കോടതി ഇത് റെക്കോർഡും ചെയ്തിട്ടുണ്ട്. ആ കംപ്ലൈൻറ്റിൽ ഞങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ അങ്ങനെ ഹരാസ്മെൻറ്റ് കോടതി കൊടുക്കുന്നതിന് മുമ്പ് പോലും വീണ്ടും ഹരാസ് ചെയ്ത ആ ഓഫീസറുടെ കയ്യിൽ ഇയാൾ കസ്റ്റഡിയിൽ സുരക്ഷിതനല്ല എന്ന് കോടതിക്ക് തന്നെ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ വേറൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ മാറ്റി അന്വേഷണത്തിനായിട്ടും കസ്റ്റഡി കൊണ്ടുപോകാനായിട്ടും വെച്ചിട്ടുണ്ട്. അല്ല, ഇതിലിപ്പം ബെയിൽ ആപ്ലിക്കേഷൻ ഓൾറെഡി ഫയൽ ചെയ്ത് കഴിഞ്ഞു. ആ ബെയിൽ ആപ്ലിക്കേഷൻ കഴിയുന്നതും ഇന്ന് കേൾക്കും, അല്ലെങ്കിൽ നാളത്തേക്കായിരിക്കും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ കേട്ടില്ല. ഹരാസ് ചെയ്തെന്ന് പറഞ്ഞാൽ, ഒരു പോലീസുകാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ നിന്നെ ഇതുപോലെ കിടത്താൻ പറ്റും. അതിൽ കറക്റ്റ് പറഞ്ഞൊരു ഇത്, നീ വാള മീനിനെ പിടിക്കണം കണ്ടിട്ടുണ്ടോ? അതിങ്ങനെ കുറേ നേരം അത് വിട്ട് ചൂണ്ട വിട്ട് കൊടുക്കും. അവസാനം ഒരു പിടിപിടിക്കും. അതിൽ പിന്നെ ഇറങ്ങൂല, നീ ജയിലിടിഞ്ഞാലും ഇറങ്ങൂല എന്ന് പറഞ്ഞു. അത് വ്യക്തമായിട്ട് സുഗതൻ കോടതിയിൽ പറഞ്ഞു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ BP പെട്ടെന്ന് ഷൂട്ടപ്പായി ആശുപത്രിയിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടാണ് കൊണ്ടുവന്നത്. അതാണ് കൊണ്ടുവരാൻ പോലും താമസം വന്നത്. തീർച്ചയായിട്ടും പോലീസിനെതിരെ നടപടി, അതാണല്ലോ കംപ്ലൈൻറ്റ്. കോടതി സോമോട്ടോ ആ കംപ്ലൈൻറ്റ് വാങ്ങിച്ചത്. ഇനി അതിന്മേൽ സാക്ഷികളെ കൊടുത്തിട്ട് അത് അവർക്കെതിരെ MC പ്രൊസീഡിങ്സ് എടുക്കും.
ഇവർക്ക് തന്നെ വിട്ടുകൊടുക്കാണ് കസ്റ്റഡിയിൽ അതോ ഇവർക്കല്ല, വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ ഒരു കേസിലാണ് കസ്റ്റഡി ചോദിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ വട്ടിയൂർക്കാവ് SI ആണ്. ആ SI ആണ് കോടതിയുടെ കോടതി SIക്ക് കസ്റ്റഡി കൊടുക്കുന്നതിന് മുമ്പേ അയാളുടെ കൂടെ മെഡിക്കൽ പരിശോധനയ്ക്ക് പോയിട്ട് ഹരാസ് ചെയ്യാൻ ശ്രമിച്ചത്. അങ്ങനെ ഹരാസ് ചെയ്യുന്ന ഒരു ഓഫീസറുടെ കയ്യിൽ ഒരിക്കലും കോടതി ഇത് വിട്ടുകൊടുക്കില്ല. വൈ ബിക്കോസ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലീസ് കസ്റ്റഡി എന്ന് പറയുന്നത് ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളതും സീരിയസ് ആയിട്ടുള്ള ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ആണ്. അത് വളരെ അറ്റ്മോസ്റ്റ് റെസ്പോൺസിബിലിറ്റിയിൽ മാത്രമേ കോടതി നോക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ കയ്യിൽ സുഗതനെ വിട്ടുതരില്ല, വേറെ ആളെ കൊണ്ടുവരാൻ പറയും. തീർച്ചയായിട്ടും 100% വേട്ടയാടലില്ലേ. കാരണം ഈ കേസിൽ അക്യൂസിന്റെ പ്രതിഭാഗത്ത് നിന്നും ഞാനാണ് പ്രൊഡക്ഷൻ വാറന്റ് ഇട്ടത്. ആക്ച്വലി ഇയാളെ അറസ്റ്റ് ചെയ്തത് 9-ാം തീയതിയാണ്, 9/6. അത് മാധ്യമങ്ങളെല്ലാം കാണിച്ചതാണ്. 9/6 രാത്രി അവിടെ വെടിവെച്ച് എടുത്തോണ്ട് പോണത്. എന്നിട്ട് അറസ്റ്റ് കാപ്പയിൽ റെക്കോർഡ് ചെയ്തേക്കുന്നത് 10/6 രാവിലെ 2:45 മണിക്കാണ്. മാത്രമല്ല ഈ കേസിൽ, അതായത് ഇന്നിപ്പം ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുള്ള ഒരു 110 കേസ്, പഴയ 308, ആ കേസിൽ ഹൈക്കോടതി 24-ാം തീയതി വരെ സുഗതന് സറണ്ടർ ചെയ്യാൻ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു, എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് പെട്ടെന്ന് ഒന്ന് പിടിച്ചിട്ട് കൊണ്ടുപോയത്. അപ്പം കോടതി ഉത്തരവിനെ ഒരിക്കലും സുഗതൻ ലംഘിച്ചിട്ടില്ല. കോടതി ഉത്തരവ് 24-ാം തീയതി വരെ ഇരിക്കുകയാണ്. 9-ാം തീയതി വന്ന് ഇതുപോലെ കസ്റ്റഡി എടുത്തുകൊണ്ട് പോയത്. വേട്ടയാടൽ തന്നെയാണ് ആ കേസിൽ ഇതുവരെ. അല്ലെങ്കിൽ ഈ 2 കേസുകളുണ്ട് ജാമ്യം എടുക്കാൻ. ആ 2 കേസുകളിലും ഇതുവരെ പ്രൊഡക്ഷൻ വാറണ്ട് പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടില്ല. ശാരീരികമായ ഉപദ്രവം ഇല്ല, സുഗതൻ പറഞ്ഞു. അതൊന്നും ചെയ്തിട്ടില്ല. മാനസികമായിട്ട് എന്തായാലും നിന്നെ വിട ഉദ്ദേശിക്കുന്നില്ല, നീ അമ്മയ്ക്ക് നിന്റെ ഭാര്യയും മക്കളും കൊണ്ട് കേസ് കൊടുത്തല്ലോ, അവരും ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്, അതും അന്വേഷണത്തിന് വരേണ്ടത് എന്ന രീതിയിലൊക്കെയാണ് ഹരാസ്മെന്റ് നടത്തുന്നത്. അതെല്ലാം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, കോടതി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇല്ല, കോടതി കസ്റ്റഡി കൊടുക്കുമ്പോഴേക്കും അയാളെ യാതൊരു തരത്തിലും ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കരുത്. കസ്റ്റഡി റിക്കവറി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കൊണ്ടുവരിക. ലാ ആൻഡ് ഓർഡർ ഒരു വയലേഷനോ ഒരു പ്രശ്നമോ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തുവിടുന്നത്. തീർച്ചയായിട്ടും അതിന് മെഡിക്കൽ റെക്കോർഡ്സ് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് കണ്ടത്. ആ ഹൈക്കോടതിയിൽ പോലും ഇപ്പോൾ എക്സ്റ്റൻഷൻ ഓർഡർ ആക്ച്വലി 1-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് 2 പേർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടും ഒരാൾക്ക് സുഗതന്റെ ജാമ്യം നിരാകരിച്ചുകൊണ്ടും ഉത്തരവുണ്ടാകുന്നു. എന്നിട്ട് അതിൽ പാർട്ട്ലി അലോഡ് ആയിട്ടുള്ള ആ കേസിൽ സുഗതനോട് 7 ദിവസത്തിനകം എന്ന് പറഞ്ഞാൽ 1-ാം തീയതി അനുവദിക്കുന്നു, 8-ാം തീയതി വരെ സുഗതന് കയറാൻ അല്ലെങ്കിൽ ഹാജരാകാൻ സമയമുണ്ട്. അങ്ങനെ ഇരിക്കെ സുഗതന് ചിക്കൻ ബോക്സ് പിടിക്കുന്നു. 5-ാം തീയതി തന്നെ എൻ്റെ റെക്കോർഡ്സ് വെച്ച് അതേ കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. ഇപ്പോൾ പഴയതുപോലല്ല, ഇൻസ്ട്രക്ഷൻ ഓൺലൈനിലാണ് കൊടുക്കുന്നത്. സെക്കൻഡ്, മിനിറ്റ്, അവർ അത് വെച്ച് ആ ഇൻസ്ട്രക്ഷൻ പോയതാണ്. അത് പോയിട്ടും അത് മറച്ചു വെച്ചു. മാത്രമല്ല 9-ാം തീയതി അറസ്റ്റ് ചെയ്തിട്ടും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. അപ്പോഴുപോലും പോലീസുകാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ പോലും അറിയിച്ചിട്ടുമില്ല ഇങ്ങനെ ഓൾറെഡി അറസ്റ്റഡ് ആണ്.